നമസ്തേ. ഈ ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടിക്കാരാണ് ഈ നവോത്ഥാനമൊക്കെ ഉണ്ടാക്കിയത്. ഞങ്ങൾ വന്നതിന് ശേഷമാണ് ക്ഷേത്രത്തിൽ അവർണർക്ക് കയറാനുള്ള അനുവാദമുണ്ടായത് എന്നൊക്കെ ചാനൽ ചർച്ചകളിലിരുന്ന് ഘോരഘോരം പറയുകയും അതൊക്കെ എല്ലാവരും എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് വലിയ 100K ലൈക്കുകളും ആയിരക്കണക്കിന് 10,000കണക്കിന് കമൻറ്റുകളൊക്കെ വാങ്ങിയാൽ ചരിത്രമൊന്നും വളച്ചൊടിക്കപ്പെടില്ല. അതെത്ര വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും ചരിത്രം പൊങ്ങി വന്നുകൊണ്ടിരിക്കും. സത്യമായി തന്നെ ഈ സൂര്യൻ്റെ ഗ്രഹണം പോലെ ഗ്രഹണം ബാധിച്ചാലും ഒരു സമയമുണ്ട്, ഒരു നാൾ ഒരു ദിനം അത് മറന്നീക്കി പുറത്തു വരും എന്ന് ചില സിനിമാ ഡയലോഗുകൾ പോലെ എല്ലാം പുറത്തു വന്നേ പറ്റൂ, പുറത്തു വരും. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1937-ലാണ്. 1936-ലാണ്. 1936-ൽ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദയം ചെയ്തിട്ട് പോലുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉദയം ചെയ്തത്, അല്ലെങ്കിൽ മൊത്തത്തിൽ ഇന്ത്യയിൽ തന്നെ രൂപപ്പെട്ടത് 1937-ലാണ്. 1921-ലും 1924-ലുമൊക്കെ പ്രക്ഷോഭങ്ങളുണ്ടായെന്നൊക്കെ ഇവർ പറയുന്നു. അന്നൊന്നും ഈ പാർട്ടി ഉണ്ടായിരുന്നില്ല. 1937-ലാണ് ഈ പാർട്ടി ഒരു 4 പേരെ കൂട്ടി ഒരു ചെറിയ കോൺഗ്രസ്സൊക്കെ നടത്തി നിലവിൽ വന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പിന്നീട് കുറേ 900കളൊക്കെ കഴിഞ്ഞ് പോകുന്നതിന് ശേഷമാണ് ഇവർ ഉദയം ചെയ്തത്. അപ്പോൾ പിന്നെ ഇവരാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയതെന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? മണ്ടത്തരങ്ങൾ ചുമ്മാ വിളിച്ചു പോകുന്നു. അയ്യാ വൈകുണ്ഠസ്വാമി എന്ന് പറയുന്ന വ്യക്തിയാണ്, അയ്യാ സ്വാമി, വൈകുണ്ഠസ്വാമി എന്നൊക്കെ വിളിക്കുന്ന നല്ല തികഞ്ഞ ബ്രാഹ്മണൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ നവോത്ഥാനങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചതെന്ന് വായിച്ചാൽ മനസ്സിലാകും. ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അയ്യാ വൈകുണ്ഠസ്വാമിയൊക്കെയാണ് നവോത്ഥാനത്തിന് തുടക്കമിട്ടത്. അദ്ദേഹമായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരത്തിന് നേതൃത്വം നൽകിയതിൽ ഒരാൾ. അങ്ങനെ ഇരിക്കെ ഇതൊക്കെ ബ്രാഹ്മണൻ്റെ ആധിപത്യമായിരുന്നു, അവർണരെ കയറ്റാതിരിക്കാനായിരുന്നു എന്നൊക്കെ പറയുന്നത് മണ്ടത്തരമാണ്. നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നല്ലപോലെ വൃത്തിയായി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ വൃത്തിയല്ലാതെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ അത് അനുവദിക്കപ്പെട്ടിരുന്നില്ല. ഷോഡശ സംസ്കാരം അനുസരിച്ചൊക്കെയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാവുള്ളൂ എന്നൊക്കെയാണ് ശരിക്കുള്ള നിയമം. അതുകൊണ്ടാണ് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാതെ എഴുതി വച്ചിരിക്കുന്നത്. അല്ലാണ്ട് ഹിന്ദു അല്ലാത്തവന് പ്രവേശനമില്ല എന്നല്ല ശരിക്കും അതിൻ്റെ അർത്ഥം. ഷോഡശ സംസ്കാരങ്ങളിൽ കൃത്യമായി മുന്നോട്ട് പോകുന്ന ഒരുത്തരം ക്ഷേത്രത്തിൽ കയറാം. പക്ഷേ ഇപ്പോൾ നിയമം വേറൊരു തരത്തിലേക്കായിപ്പോയി. ഞാനൊരു ഹിന്ദുവാണ് എന്നെഴുതി കൊടുത്താൽ ക്ഷേത്രത്തിൽ കയറാം. ഞാൻ ഹിന്ദു ആചാര അനുഷ്ഠാന പ്രമാണങ്ങൾ പ്രകാരം നടക്കുവാൻ തയ്യാറാണ്, ഞാൻ ഹിന്ദുവാണ് എന്നെഴുതി കൊടുത്താൽ ക്ഷേത്രത്തിൽ കയറാം. അപ്പം അങ്ങനെ കൊടുക്കാൻ തയ്യാറല്ലാത്തവൻ ക്ഷേത്രത്തിൽ കയറണമെന്ന് പറഞ്ഞാൽ അനുവദിച്ചു കൊടുക്കാനാകില്ലല്ലോ. ഏത് ജാതിക്കാരനായാലും ഏത് മതക്കാരനായാലും അതല്ലേ അതിൻ്റെ അർത്ഥം. അല്ലാതെ ഹിന്ദു അല്ലാത്ത ഒരുവൻ ഞാൻ ഹിന്ദുവാണ്, ഞാൻ ഹിന്ദുവിൻ്റെ ക്ഷേത്രാചാര പ്രമാണങ്ങൾ അനുഷ്ഠിക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും തയ്യാറാണ് എന്നെഴുതി കൊടുത്താൽ അയാളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കും. ഇനി ഞാൻ അങ്ങനെ എഴുതി കൊടുത്തിട്ട് തോന്നിയാസം കാണിച്ച് കയറാം എന്ന് ചിന്തിക്കരുത്. അത് അനുവദിച്ചു കൊടുക്കുന്ന കാര്യമില്ല. അതൊക്കെ തെളിവുകൾ സഹിതം തോന്നുക കൂടി വേണം. അപ്പോൾ ഇതൊക്കെ സവർണ അവർണ ഉച്ച നീചത്വങ്ങളായിരുന്നു. ബ്രാഹ്മണർ മാത്രമേ ക്ഷേത്രത്തിൽ കയറിയിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. ഈ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് തന്നെ ഗുണകർമ്മ വിഭാഗശ എന്ന് പറയുന്നുണ്ട്. തങ്ങളുടെ ഗുണങ്ങളിലും കർമ്മങ്ങളിലുമൊക്കെ അധിഷ്ഠിതമായി ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചാണ് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ തന്നെയാണ് ശിവൻ എന്ന് പറയുന്ന പ്രാകൃത വ്യക്തി ബ്രാഹ്മണ്യത്തിന് ഏറ്റവും മുകളിൽ തന്നെ പോയിരിക്കുന്നത്. യാദവനായ ശ്രീകൃഷ്ണൻ ബ്രാഹ്മണ്യത്തിൻ്റെ ഔന്നത്യത്തിലെത്തിയത്. വേദവ്യാസനും വാത്മീകിയും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ഒക്കെ ബ്രാഹ്മണരായിരുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം അവർ ബ്രഹ്മത്തെ അറിഞ്ഞിരുന്നു. ബ്രഹ്മത്തെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ.
ജന്മനാ ജായതേ ശൂദ്ര. ജനിക്കുമ്പോൾ ശൂദ്രനായി തന്നെയാണ് ഓരോ വ്യക്തിയും ജനിക്കുന്നത്. അതിനുശേഷം ഓരോരോ കർമ്മങ്ങൾ ചെയ്താണ് അവൻ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒക്കെ ആകുന്നത്. ഇത് മനസ്സിലാക്കാത്ത കുറേ വിഡ്ഢാസുരന്മാർ ഇത് ജാതിയും മതവുമായി കൂട്ടിക്കലർത്തി നമുക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുവാൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കുഴപ്പം ഹിന്ദുവിന് തന്നെയാണ്, ഹിന്ദു സമുദായത്തിനാണ് എന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.